Almost made you cry, almost made you happy, babe. Didn't I? You almost had me thinking you were turned around. But everybody knows almost doesn't count. Almost heard you saying you were finally free. What was always missing for you, babe, you found it in me. But you can't get to heaven half off the ground. Everybody knows almost doesn't count. I can't keep on loving you, one foot outside the door. I hear a funny hesitation of a heart that's never really sure. Can't keep on trying if you're looking for more than all that I could give you, than what you came here for. I'm gonna find me somebody not afraid to let go. Wanna know that I'll be that kind of man. You came real close, but every time you build me up, you only let me down. But everybody knows almost doesn't count. Almost doesn't count. Keep on trying. Everybody knows almost doesn't count. I can't keep on loving you, one foot outside the door. I hear a funny hesitation of a heart that's never really sure. Can't keep on trying. No, you're looking for more than all that I could give you, than what you came here for. Maybe you'll be sorry, maybe you'll be cold, maybe you'll come running back, babe, from the cruel world. Almost convinced me you're gonna stick around, but everybody knows almost doesn't count. So maybe I'll be here, maybe I'll see you around. That's the way it goes, almost doesn't count. ജീവിതത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്.
ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികൾക്കും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠതയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്ത് ഏറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്ത് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്ത് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽപ്പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്നും മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജാതികളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നിന്റെ പൂർവികന്മാരായ നോഹ, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിന്മുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശം, അരാജകത്വം വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ്. ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പരസ്പരം ഇണയും തുണയുമാക്കി കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി അനുഗ്രഹിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് വിവാഹം വിശുദ്ധ കൂടാശ സ്വീകരിച്ച് കുടുംബജീവിതം ആരംഭിക്കാൻ തയ്യാറായി പുറപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവിടെ നിറയ്ക്കണമേ. പരസ്പര വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി ജീവിത പങ്കാളിയോടത്ത് പങ്കുവച്ച് സമാധാനപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, വിശുദ്ധ യോസേപ്പിതാവേ, തിരുക്കുടുംബത്തെ പോലെ ഇവരുടെ കുടുംബവുമായി തീരുവാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഈശോ അനുഗ്രഹിക്കപ്പെടാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും. ഈശോ നീ എൻ്റെ സ്വന്തം, ഈശോ ഞാൻ നിന്റെ സ്വന്തം. ഈശോ നീ എൻ്റെ സ്വന്തം, ഈശോ ഞാൻ നിന്റെ സ്വന്തം. കുർബാനയാ സ്വന്തം, ഈശോ ഞാൻ നിന്റെ സ്വന്തം. ഈശോ നീ എൻ്റെ സ്വന്തം, ഈശോ ഞാൻ നിന്റെ സ്വന്തം. ജീവൻ നൽകും വചനം എൻ്റെ ജീവശക്തിയായി
ഈശോ ഞാൻ നിന്റെ സ്വന്തം, കുർബാനയായി നീ അകതാരിൽ വാഴുമിൻ ഈശോ നീ എന്റെ സ്വന്തം, ഈശോ ഞാൻ നിന്റെ സ്വന്തം.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും വിഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴികളായ രംഗമാർ അവളെ നിഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. എല്ലാ സഹായങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥൻ സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ നിഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. ഈശോ
ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിനെ പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്ന ജലം കൊണ്ട് കഴുകി മന്ത്രക്കാലുള്ളതാക്കി. ഇത് അവളെ പ്രയോജനത്തിലോ മറ്റു കുഴപ്പമില്ലാത്ത മഹത്വം നിർദ്ദേശിക്കുന്നതിനും അവൾ കാലഘട്ടത്തിലെയും ക്രിസ്ത്യമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സമയത്തെ പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും കാര്യം ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ അവരെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ പിതാവായ യേശുവിനെ സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധായ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിലെ വിവാഹത്തിൽ നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയുടെ ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ ഈശോയോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശുവായ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, ബിനു, അനു, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, തുറന്ന മനസ്സോടെ പൂർണ്ണമായ വിശ്വസ്തയോടെ
സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവൻ നയിച്ചുകൊള്ളാമെന്ന് പരിശുദ്ധമായ ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് വിശുദ്ധ സാക്ഷിയായി ബിനുവും അനുവും ഇന്ന് ദൈവത്തിന് സ്വയം സമർപ്പിക്കുകയാണ്. വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്നും, വ്യത്യസ്തമായ മാതാപിതാക്കന്മാരിൽ നിന്നും, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന രണ്ട് വ്യക്തികൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളി സ്വീകരിച്ച് ദൈവസ്നേഹത്തോട് തങ്ങളുടെ ജീവിതം കൊണ്ട് പ്രതികരിക്കുവാനായിട്ട് രണ്ടുപേരും തയ്യാറായിരിക്കുകയാണ്. വിവാഹം എന്നത് സ്നേഹത്തിൻ്റെ ഒരു കൂദാശയാണ്. സ്നേഹിക്കുവാനും പരസ്പരം സ്നേഹിക്കപ്പെടുവാൻ വേണ്ടി രണ്ട് വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ആദത്തെ സൃഷ്ടിക്കുന്നു, അതിനുശേഷം ആദത്തിന്റെ വാരികയിൽ നിന്നുമാണ് ഹവ്വായിക്ക് ജന്മം നൽകുക. അല്ലെങ്കിൽ ആദത്തിന്റെ തലയിൽ നിന്നും ഒരു അസ്ഥികഷ്ണമെടുത്ത് ഹവ്വയ്ക്ക് ജന്മം നൽകാമായിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്തില്ല. എന്തുകൊണ്ടാണ്? ഇപ്രകാരം ചെയ്താൽ ഒരുപക്ഷെ ഭാര്യ പുരുഷന്റെ തലയിൽ കയറിയിരിക്കുവാനായി സാധ്യതയുണ്ട്. തലയിൽ നിന്നും അസ്ഥി എടുത്താൽ. ഇനി കാലിൽ നിന്നുമാണ് അസ്ഥി എടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഭർത്താവ് ഭാര്യയെ ചവിട്ടി വിധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ദൈവം ഹവ്വയെ ആദത്തിന്റെ വാരിയെടുത്തുകൊണ്ട്, അതായത് ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്നും ഒരു അസ്ഥി എടുത്തുകൊണ്ട് ഹവ്വയ്ക്ക് അവിടുന്ന് ജന്മം നൽകുകയാണ്. ഇത് സൂചിപ്പിക്കുക ഭാര്യ ഭർത്താക്കന്മാര് എപ്രകാരം ആയിരിക്കണമെന്നതാണ്. അല്ലെങ്കിൽ ഭർത്താവിന് ചവിട്ടി മെതിക്കുവാനുള്ള ഒരു വ്യക്തിയല്ല ഭാര്യ, മറിച്ച് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ ദൈവം ഈ ഭർത്താവ് നൽകുകയാണ്. ഇന്നത്തെ ദിവസം ബിനുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു വലിയ അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. അനു എന്ന ശ്രേഷ്ഠതയും സ്നേഹത്തിൽ സമ്പൂർണ്ണതയുമായ വളരെ സുന്ദരിയായ മിടുമിടുക്കിയായ അനുവിനെ ദൈവം ബിനുവിന് നൽകിയിരിക്കുകയാണ്. അനുവിനെ സംബന്ധിച്ചിടത്തോളം ബിനുവിനെ ദൈവം പ്രത്യേകമായ രീതിയിൽ തിരഞ്ഞെടുത്തുകൊണ്ട് മറ്റാർക്കും നൽകാതെ തൻ്റെ സ്വന്തമായിട്ട് ജീവിതത്തിന്റെ അവസാനം വരെ സ്നേഹിക്കുവാൻ വേണ്ടി ദൈവം ബിനുവിനെ അനുവിന് നൽകിയിരിക്കുകയാണ്. ക്രൈസ്തവരുടെ ജീവിതം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ട ജീവിതമല്ലായിരുന്നു. ഇന്നത്തെ ആധുനിക ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, ഇന്ന് ഒത്തിരിയേറെ ക്രൈസ്തവര് അവരുടെ ജീവിതം പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ആത്മഹത്യ ചെയ്യുക എന്നതല്ല, അതിനേക്കാൾ പുറത്ത് ഓരോ കൂദാശയും സ്വീകരിക്കുന്ന വ്യക്തികൾ ആ കൂദാശയോടെ വിശുദ്ധപൂർവ്വം പെരുമാറാതെ അവരുടെ ജീവിതം പകുതി വഴിയിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിച്ച് ഓരോരുത്തരും അവരുടേതായ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. അതിന് കാരണം മാർപ്പാപ്പ പറയുന്നത് സ്വാർത്ഥതയാണ്. ഭർത്താവിന്റെ ജീവിതത്തിൽ സ്വാർത്ഥത കൈവരുമ്പോൾ ഭാര്യയെ സ്നേഹിക്കുവാനോ ഭാര്യയെ അംഗീകരിക്കുവാനോ സാധിക്കാതെ വരുന്നു. അതുപോലെ ഭാര്യയുടെ ജീവിതത്തിലും സ്വാർത്ഥത കടന്നു വരുമ്പോൾ ഭർത്താവിനെ അംഗീകരിക്കുവാനോ ഭർത്താവിനെ ബഹുമാനിക്കുവാനോ സാധിക്കാതെ രണ്ടുപേരും പിരിയുകയാണ്. ഈ ഒരു ആധുനിക സമ്പ്രദായത്തെ നോക്കിക്കൊണ്ടുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ക്രൈസ്തവരുടെ ജീവിതം അവസാനിപ്പിക്കാനായിട്ടുള്ളതല്ല, മറിച്ച് ത്യാഗോചിതമായി വിശ്വസ്തയോടെ ദൈവത്തിന് മുമ്പാകെ ജീവിതം വ്യയം ചെയ്യേണ്ട ജീവിതമാണ്. ഇന്നത്തെ ദിവസം വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇന്ന് ഈ കസേരയിൽ വളരെ മിടുക്കിയുമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ മാതാപിതാക്കന്മാരും നിങ്ങളുടെ സഹോദരന്മാരുമാണ്. എത്രമാത്രം സന്തോഷവും സൗഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഉണ്ടായാലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക. അപ്പോഴാണ് കാരണവന്മാരുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുക. ഇന്ന് നിങ്ങളെ വിവാഹം കഴിയുമ്പോൾ ഒത്തിരിയേറെ ആൾക്കാർ വന്ന് അഭിനന്ദിക്കും. വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകൾക്ക് വളരെ സുന്ദരമായിരിക്കും, വളരെ ആഹ്ലാദപരമായിരിക്കും. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ ജീവിതത്തിൽ നൊമ്പരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കുവാനോ നിങ്ങൾക്ക് ആശ്വാസവാക്ക് പറയുവാനോ ആരും ഉണ്ടാകില്ല. അത് തന്നെയാണ് കാനായിലെ കല്യാണ വേളയിൽ നടന്നത്. ആ വിവാഹ വിരുന്നില് വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആർക്കും ആ കുടുംബത്തെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. രക്ഷിക്കാൻ സാധിച്ചത് പരിശുദ്ധി അമ്മയ്ക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ
നിങ്ങൾ കടന്നു ചെല്ലേണ്ട വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. നിങ്ങൾ നന്മയിൽ വളരുക, നിങ്ങളുടെ കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമായി തീരും. സർവ്വ നന്മകളുടെയും ദാതാവായ ദൈവം എല്ലാ നന്മകളും നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആദിയിലെ പുരുഷ ജീവിത സഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കൂദാശയോഗ്യത പരിഗണന ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനുവിനെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അനു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ബിനുവിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ മനസ്സിന്റെ ഐക്യത്തോടു കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണപടിയിൽ സഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകോടി വെച്ചിരിക്കുക. കൃപാവരത്തിന്റെ അനിശ്ചിതവസ്തുത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ ശിഖ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണവുമായി തീരട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായി തീരട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ ശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും പ്രവചനയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശരീരവും രക്തവും നിത്യജീവൻ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂതാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ
നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിലും നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും